നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വെങ്കടേഷ് എസ് അയ്യർ ചേരുന്നു. സ്വാഗതം വെങ്കടേഷ് എസ് അയ്യർ. സുപ്രഭാതം, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ അവതരിപ്പിക്കുന്നു. പതിവ് പോലെ അഞ്ച് വാണിജ്യ പത്രങ്ങളിലെ ഈ 2 വാർത്തകൾ വീതം. എക്കണോമിക് ടൈംസ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, മിന്റ്, ബിസിനസ് ലൈൻസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്. ഇത് കൂടാതെ ഓഹരി വിപണിയുടെ ഒരു അപ്ഡേറ്റും പിന്നെ ഒരു ഫിനാൻസിന്റെ ഒരു ടേമിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ്. Compute tax either at 12.5% without indexation or 20% with indexation on reality transactions. Government proposes amendment. In a big relief to taxpayers, Finance Minister Nirmala Sitharaman will move an amendment in the finance bill to let taxpayers select either 12.5% long-term capital gain rate without indexation or 20% rate with indexation for property acquired before 23rd July 2024. The move of center will likely mean that transfer of a long-term capital asset, being land or building or both, by an individual or Hindu undivided family which is acquired before 23rd day of July 2024, the taxpayer can compute his taxes under the new scheme 12.5% without indexation and old scheme 20% without indexation and pay such tax which is lower of the two. അപ്പോ നമ്മുടെ ഈയിടെ നടന്ന ബഡ്ജറ്റിൽ ഒരു വലിയൊരു ടാക്സ് അമെൻമെന്റ് കൊണ്ടുവന്നിരുന്നു. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, എസ്പെഷ്യലി പ്രോപ്പർട്ടി വാങ്ങിച്ച് വിൽക്കുന്നതിനുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിരുന്നു. ഇതിനു മുമ്പുള്ള ടാക്സ് ലോസിൽ 3 വർഷത്തിൽ കൂടുതൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ നിക്ഷേപിച്ച എമൗണ്ടിനെ പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് എത്ര കിട്ടിയോ അതിൽ നിന്നും ആ പണപ്പെരുപ്പത്തിന് അനുസരിച്ച് വർദ്ധിപ്പിച്ച് നമ്മുടെ നിക്ഷേപവും നമുക്ക് വിറ്റ് കിട്ടിയ കാശും തമ്മിലുള്ള വ്യത്യാസത്തിന് 20% നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തിട്ട് ഫ്ലാറ്റ് ആയിട്ട് 12.5% കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിനെതിരെ കുറെ പ്രതിഷേധങ്ങളും കൺസേണുകളും സർക്കാരിന് ലഭിച്ചു. അത് കാരണം ഒരു അമെൻമെന്റ് ഇന്ന് ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളൊരു വാർത്തയാണ് എക്കണോമിക് ടൈംസിൽ കൊടുത്തിട്ടുള്ളത്. ജൂലൈ 23, 2024 മുമ്പിലുള്ള ട്രാൻസാക്ഷന് ആരാണോ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത്, ഇതിന് മുമ്പ് 23 ജൂലൈക്ക് മുമ്പാണ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് 2 ഓപ്ഷൻ സർക്കാർ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 12.5% ഫ്ലാറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനനുസരിച്ച് ഇൻഡെക്സേഷൻ നടത്തിയതിനു ശേഷമുള്ള ലാഭത്തിന് 20% കൊടുക്കുകയോ ചെയ്യാം. അത് ഏതാണോ ഉപഭോക്താവിന് ലാഭമോ അതനുസരിച്ച് ഏത് സ്ട്രക്ചറും തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഭേദഗതി കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് എക്കണോമിക് ടൈംസ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വാർത്ത, ബംഗ്ലാദേശ് ക്രൈസിസ്, 12 ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനീസ് വിത്ത് എക്സ്പോഷർ ഇൻ ട്രബിൾഡ് സോൺ. Sheikh Hasina's ouster as Bangladesh PM following violent protest over job quota has not just made India's neighborhood security risk. The crisis also has ramifications, many of which are listed on stock exchanges. Political unrest in Bangladesh caused shares of Saffola edible oil producer Marico to drop over 4% as the company generates 11 to 12% of its revenue from the country. Several other companies with operations in Bangladesh, including Pearl Global Industries, Imami, Bayer Corporation, GCPL, Britannia, Vikas Lifecare, Dabur, Asian Paints, Pidilite, Jubilant Foodworks and Bajaj Auto could also be affected by the ongoing turmoil. അപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോൾ നടക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിലുള്ള 12 ലിസ്റ്റഡ് കമ്പനികൾക്ക് പ്രശ്നങ്ങൾ വരാം എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഏറ്റവും വലിയ ആദ്യമായിട്ട് പ്രശ്നം വന്നത് മരിക്കോ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിക്കാണ്. ആ സഫോള എന്ന് പറഞ്ഞ നമ്മുടെ ഭക്ഷ്യ എണ്ണ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് മാരിക്കോ. അവർക്ക് അവരുടെ 12% അവർക്ക് വരുമാനം ബംഗ്ലാദേശ് മാർക്കറ്റിൽ ആണ്
എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ പല കമ്പനീസിനും ഇത് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. ഇത് ഇമാമി എന്ന് പറഞ്ഞൊരു കമ്പനി, നമുക്ക് അറിയാവുന്ന കമ്പനി, ബ്രിട്ടാനിയ, ഡാബർ, ഏഷ്യൻ പെയിന്റ്സ്, നമ്മുടെ ഫെവിക്കോൾ ഉണ്ടാക്കുന്ന പിഡിലൈറ്റ്, ഡോമിനോസ് പിസ്സ, ജൂബിലിയൻ ഫുഡ് വർക്ക്സ്, ബജാജ് ഓട്ടോ, ഇവർക്കെല്ലാം അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം അവർക്ക് ബിസിനസ്സിൽ ചില വരുമാനക്കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് എക്കണോമിക് ടൈംസ് പറയുന്നത്. അത് കാരണം അവരുടെ ഓഹരികളൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, ക്രോംകാസ്റ്റ് ഇറ എൻഡ്സ്, ഗൂഗിൾ അൺവീൽസ് ഗൂഗിൾ TV streamer. In a significant shift for the streaming device market, Google has announced the discontinuation of its iconic Chromecast product line. After a successful 11-year run and over 100 million units sold, the tech giant is bidding farewell to the old streaming device. To fill the void left by Chromecast, Google has introduced the Google TV Streamer. Positioned as a more premium offering, the new device promises to deliver improved entertainment experience and serve as a central hub for smart home control. അപ്പോൾ ഗൂഗിളുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയ ക്രോംകാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ടിവിയിലോട്ട് കണ്ടന്റ് കൺവേർട്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതായിട്ടാണ് വാർത്ത വരുന്നത്. അതിന് പകരമായിട്ട് ഒരു പുതിയ ടെക്നോളജിയും കൂടുതൽ ബെറ്റർ എക്സ്പീരിയൻസും കൊടുക്കാനായിട്ട് ഗൂഗിൾ തന്നെ അവരുടെ ഗൂഗിൾ TV സ്ട്രീമർ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗൂഗിൾ ക്രോംകാസ്റ്റ് അവര് 100 മില്യൺ യൂണിറ്റ്സ് ആണ് ഇതുവരെ അവര് വിറ്റഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 11 വർഷം 100 മില്യൺ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 10 കോടി ക്രോംകാസ്റ്റ് ആണ് മാർക്കറ്റിൽ വിറ്റിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്തിട്ട് ഗൂഗിൾ TV സ്ട്രീമർ എന്ന് പറഞ്ഞ പുതിയ ബെറ്റർ പ്രോഡക്റ്റിലോട്ട് ഗൂഗിൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. Indian rupee drops to record low on yen carry trade unwinding and US recession worries. Indian rupee drops to a record low of 83 rupees 88 to the dollar, slipping well below the previous all-time low of 83 rupees 84 paise per dollar. Cues from global equity markets, concerns about recession in US and unwinding of popular yen carry trade impacted sentiment in the currency market. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില ഇടിഞ്ഞു എന്നാണ് വരുന്നത്. 83 രൂപ 88 പൈസയാണ് ഇപ്പോൾ $1 നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞ നിരക്ക് 83 രൂപ 84 പൈസയായിരുന്നു ഓൾ ടൈം ലോ. അതിനൊക്കെ താഴെയായിട്ട് ഇപ്പൊ 83 രൂപ 88 പൈസ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ 83 രൂപ 84 പൈസയെക്കാളും 83 രൂപ 88 ഓൾ ടൈം ലോ എന്ന് പറയാൻ കാരണം, നമ്മൾ ഒരു ഡോളർ മേടിക്കാൻ എത്ര കൂടുതൽ രൂപയാണോ കൊടുക്കേണ്ടത് അത്രത്തോളം നമ്മുടെ മൂല്യം ഇടിയും. അതുകൊണ്ടാണ് 83 രൂപ 88 പൈസ കൂടുതൽ മൂല്യം ഇടിവായിട്ട് ഞാൻ പറഞ്ഞത്. 83 രൂപ 84 പൈസ അതിനേക്കാളും കുറവായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം ഇപ്പോഴത്തെ സാഹചര്യം US-ലെ അമേരിക്കയിലെ ഒരു സാമ്പത്തിക മാന്ദ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ yen എന്ന് പറഞ്ഞ കറൻസിയുടെ സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കാരണമാണ് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതെന്ന് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് പറയുന്നത്. പിന്നെ മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ, NPCI records nearly 10,000 crore credit disbursed through unified payment interface every month. The National Payments Corporation of India is witnessing a surge in the UPI platform's credit feature, with about 10,000 crore of transaction happening a month, a top official said on Tuesday. A bulk of transaction is from credit cards feature. The body's chief executive and managing director Dilip Asbe told reporters here, adding the pre-sanctioned credit lines on UPI are also gaining traction, up to 200 crore being disbursed every month. നമ്മുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവര് പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വാർത്തയാണ് മിന്റ് കൊടുത്തിട്ടുള്ളത്. 10,000 കോടി രൂപയുടെ കടം കൊടുക്കൽ വാങ്ങൽ നമ്മുടെ UPI സിസ്റ്റം വഴി നടക്കുന്നു ഓരോ വർഷവും, ഓരോ മാസവും എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പേയ്മെന്റിന് മാത്രമല്ല ഈ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റിനും കൂടെ ഉപയോഗപ്പെടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് മിന്റ് പറയുന്നത്. ഏകദേശം 10,000 കോടി ആണ് ഓരോ മാസവും അതുവഴി ഉള്ള ലോൺ കൊടുക്കലും വാങ്ങലും നടക്കുന്നതെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അടുത്തൊരു വാർത്ത വീണ്ടും മിന്റിൽ നിന്നും, ഓയിൽ ബൗൺസസ് ഫ്രം മൾട്ടി മന്ത് ലോസ് ഓൺ ടൈറ്റ് സപ്ലൈ അമിഡ് ഇസ്രയേൽ ഇറാൻ കോൺഫ്ലിക്ട്. Brent crude oil nears $77 per barrel.
Oil prices rose about 1% in volatile trade on Tuesday, bouncing off multi-month lows hit in the previous session as investor attention turned to supply tightness and financial markets recovered from this recent slump. Brent crude is currently at $77 per barrel. അപ്പോൾ നമ്മുടെ ഓയിലിന്റെ വില വീണ്ടും കൂടുന്നു. ഇപ്പോൾ ഉള്ള അനിശ്ചിതത്വം, അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം, അതുപോലെ തന്നെ വേറെ പല കാരണങ്ങൾ, ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്ത, ഇതൊക്കെ കാരണം ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഇപ്പോൾ $77 ഒരു ബാരലിൽ നിന്ന് നിലയിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ നോ മോർ GST നോട്ടീസസ് ഫോർ 2017-18. CBIC eases norms for foreign firms. Companies with head offices or branches abroad will not get any more show cause notices regarding the GST dues for the year 2017-18. The due date for the same was August 5. For the year subsequent to 2017-18, no new notices will be processed based on the 26th June 2024 circular. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വലിയൊരു വാർത്ത, ഇൻഫോസിസിന് 2017-18 കാലയളവിലേക്കുള്ള ഒരു GST സംബന്ധിച്ച ഒരു നോട്ടീസ് ലഭിച്ചു. പല IT ഫേംസിനും ഇത് ലഭിക്കാൻ സാധ്യതയുണ്ട്, ഷോ കോസ് നോട്ടീസ് എന്നുള്ള വാർത്ത വന്നിരുന്നു. ഇതെല്ലാം അതിനുശേഷം കർണാടക GST ഡിപ്പാർട്ട്മെന്റ് തന്നെ അതൊക്കെ പിൻവലിച്ചിരുന്നു. അപ്പോൾ ഇനിയൊരു പുതിയൊരു വാർത്ത വരുന്നത്, ഇനി പഴയ 2017-18 കാലയളവിലുള്ള പ്രശ്നങ്ങളൊന്നും അതിന് അധിഷ്ഠിതമായി നോട്ടീസുകളൊന്നും അയക്കത്തില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് CBICയിൽ നിന്നും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കമ്പനിക്ക് പുറത്ത് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിന്റെ വരുമാനത്തിലുള്ള GSTയുടെ പ്രശ്നമായിരുന്നു ഈ നോട്ടീസിനൊക്കെ കാരണമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. എട്ടാമത്തെ വാർത്ത, ബംഗ്ലാദേശ് unrest brings export of key commodities to a standstill. The current political turmoil in Bangladesh has brought to a halt exports of cotton, vegetables, particularly onion and oil meals from India, while entrepreneurs who have established manufacturing bases in the neighboring country are facing challenges in meeting delivery schedule. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസിനെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് കോട്ടൺ, അതുപോലെ തന്നെ പച്ചക്കറികൾ, എസ്പെഷ്യലി സവാള, പിന്നെ ഓയിൽ മീൽസ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ എഡിബിൾ ഓയിൽ, അതൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ പല ബിസിനസ്സുകാർ അവിടെ ഉൽപാദനത്തിന് വേണ്ടി ഫാക്ടറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ no need to keep minimum balance in Jan Dhan basic savings account, Finance Minister Nirmala Sitharaman on Tuesday said there is no need to maintain minimum balance in Jan Dhan as well as basic savings account, and banks impose penalty only in cases where customers fail to maintain a requisite amount in their accounts. The minister was replying to a question in Rajya Sabha during question hour regarding public sector bank collecting 8,500 crore in penalty from customers for non-maintenance of minimum balance in accounts in the last 5 years. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ജൻധൻ അക്കൗണ്ട് എന്നീ വിഭാഗത്തിൽപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതിന് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് ഫൈൻ അടിക്കാനുള്ള സ്കോപ്പ് ഇല്ല എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് പൊതുമേഖലാ ബാങ്കുകൾ 8,500 കോടി രൂപ ഈ പെനാൽറ്റി, നോൺ മെയിൻ്റനൻസ് ഓഫ് മിനിമം ബാലൻസിന്റെ പെനാൽറ്റി 8,500 കോടി രൂപ അവർ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം രാജ്യസഭയിൽ വന്നപ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ജി പറഞ്ഞതാണ് ഈ ഉത്തരം. അതായത് ബേസിക് ജൻധൻ അക്കൗണ്ടും അല്ലാതുള്ള നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും പൊതുമേഖലാ ബാങ്കുകൾക്ക് ഈ ഫൈൻ അടിക്കാൻ ഉള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത, ഇന്റേൺഷിപ്പ് സ്കീം ഫോർ യൂത്ത്, ഗവൺമെന്റ് സ്റ്റാർട്ട്സ് ഡിസ്കഷൻസ് വിത്ത് ഇൻഡസ്ട്രി. The Ministry of Corporate Affairs has commenced consultations with industry on an internship program as a part of the corporate social responsibility initiatives following the Union Budget 24-25 announcement, according to the official sources. So far, the ministry has engaged in discussions with 20 companies
is set to invite more companies from the list of top 500 corporations for further consultations. അപ്പോൾ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം ലഭിക്കാൻ വേണ്ടി ഇന്റേൺഷിപ്പിനുള്ള ഒരു പദ്ധതി ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പ്രാരംഭ നടപടികൾ എന്ന നിലയ്ക്ക് സർക്കാർ 20 കമ്പനികളുമായിട്ട് ഇതിന്റെ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഇനിയും കൂടുതൽ കമ്പനികളെ ഇന്ത്യയിലുള്ള കമ്പനികളിൽ ഏറ്റവും വലിയ 500 കമ്പനികളിൽ നിന്നും ഇനിയും തെരഞ്ഞെടുത്ത കമ്പനികളുമായി സർക്കാർ കൺസൾട്ടേഷൻ നടത്തി ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുമെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് വ്യക്തമാക്കുന്നു. ഇന്നലെ ഓഹരി വിപണി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. മെനിഞ്ഞാന്നത്തെ ഇടിവിന് ശേഷം ഇന്നലെ ചെറിയ ഒരു താഴ്ചയിൽ മാത്രമാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത്. 166.33 പോയിന്റ് ഇടിഞ്ഞ് 0.21% താഴ്ന്ന് 78,593.07 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 50 63.05 പോയിന്റ് താഴ്ന്ന് 0.26% ഇടിഞ്ഞ് 23,992.55 വ്യാപാരം അവസാനിപ്പിച്ചു. 10 ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ 251 രൂപ കുറഞ്ഞു. അതായത് 0.36% കുറഞ്ഞ് 70,004 രൂപയിൽ പോയി. പിന്നെ രൂപയുടെ വിനിമയ നിരക്ക് 83 രൂപ 97 ഇന്നലെ ചെറിയ തോതിൽ രൂപ മുന്നേറി എന്നാണ് ഇതിൽ പറയുന്നത്. 83 രൂപ 97 ഇന്നലെ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് അവസാനിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ ഓഹരി വിപണി രാവിലെ പോസിറ്റീവ് മേഖലയിലാണ് തുടങ്ങിയിട്ട്, നല്ല പോസിറ്റീവിലാണ് തുടങ്ങിയിട്ടുള്ളത്. സെൻസെക്സ് ഇപ്പോൾ 828.23 പോയിന്റ് 1.05% മുന്നേറി 79,421.30 ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയും 281.05 പോയിന്റ് മുന്നേറി 1.17% മുന്നേറി 24,273.60 നിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ മെനിഞ്ഞാന്ന് അടിഞ്ഞു തകർന്ന ഓഹരി വിപണി ജപ്പാനിലെ ഇന്നലെ ഓൾമോസ്റ്റ് മുഴുവനും കരകയറി എന്ന് തന്നെ പറയാം. ഇന്നലെ തന്നെ അത് മെനിഞ്ഞാന്ന് വീണ അത്രയും ഇന്നലെ തന്നെ തിരിച്ചു മുന്നോട്ട് പോയി. ഇന്നും അവർ വീണ്ടും മുന്നേറുകയാണ്. ജപ്പാനിലെ ഓഹരി വിപണി ഇന്നും 2.37% മുന്നേറുകയാണ്. അപ്പോൾ ലോക വിപണിയിൽ പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ആൾക്കാർ അത് അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ഒരു പോസിറ്റീവ് മേഖലയിലോട്ട് ഓഹരി വിപണി പോവുകയാണ്. ഇതിനൊരു പ്രധാന കാരണമായി വന്നത് ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞ ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു. ഈ ഓഹരി വിപണി ഇടിയാനുള്ള പ്രധാന കാരണം ഈ സാമ്പത്തിക മാന്ദ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത, ഇത് രണ്ടുമാണ് പ്രധാന കാരണമായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് ആക്കം കൂട്ടിയത് ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആ പദമാണ് ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ക്യാരി ട്രേഡ്? അപ്പൊ നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പല രാജ്യങ്ങളിൽ പല പലിശ നിരക്കിലാണ് പൈസ നമുക്ക് കടമെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏത് കറൻസിയിൽ നമുക്ക് കുറഞ്ഞ പലിശയ്ക്ക് പൈസ കടമെടുത്ത് ആ പൈസ നമുക്ക് വേറൊരു മാർക്കറ്റിൽ നിക്ഷേപിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ട് തിരിച്ച് ആ പൈസ തിരിച്ചടയ്ക്കുന്ന ആ ഫിനോമിനെയാണ് ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പൈസ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര നിക്ഷേപകരും ജാപ്പനീസ് യെന്നിൽ കടമെടുത്തിട്ട് ആ പൈസ ബാക്കിയുള്ള മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുമായിരുന്നു. അതായത് ജാപ്പനീസ് യെന്നിൽ 0.15% പലിശയ്ക്കൊക്കെ പൈസ ലഭിക്കുന്ന സമയത്ത് അത് പൈസ മേടിച്ചിട്ട് വേറൊരു ഓഹരി വിപണിയിൽ അത് പൈസ നിക്ഷേപിക്കും. അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കിയതിനു ശേഷം ഈ പൈസ തിരിച്ച് എന്നിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈ കടം അടച്ചു തീർക്കും. അതുപോലെ തന്നെ പലിശയും കൊടുക്കും, ചെറിയ പലിശ കൊടുക്കും. ഇതിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കടം എടുക്കുന്ന ഏത് കറൻസിയിലാണോ നമ്മൾ കടം എടുക്കുന്നത് ആ കറൻസിയുടെ മൂല്യത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ലാഭനഷ്ടങ്ങളെ സ്വാധീനിക്കും. അപ്പൊ നമ്മൾ ഒരു ജാപ്പനീസ് യെന്നിൽ കടമെടുത്തിട്ട് നമ്മൾ ഡോളറിൽ നിക്ഷേപിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ജാപ്പനീസ് യെന്നിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജാപ്പനീസ് യെന്ന് വലിയ തോതിൽ അതിന്റെ മൂല്യത്തിൽ വർധന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിന് വലിയ എഫക്ട് കാണത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാൻ എന്ന് പറഞ്ഞ ജപ്പാനിലെ റിസർവ് ബാങ്ക് എന്ന് തന്നെ പറയാം, സെൻട്രൽ ബാങ്ക് പലിശ വർദ്ധിപ്പിച്ചത് കാരണം അവരുടെ കറൻസിയുടെ മൂല്യവും വർദ്ധിച്ചു. അപ്പോൾ അത് കാരണം
പല ഈ ക്യാരി ട്രേഡ് നടത്തുന്ന പല ആൾക്കാർക്കും നഷ്ടം വന്നു. അപ്പൊ അത് കാരണം അവർക്ക് പല ഓഹരി വിപണികളിലും ഓഹരികൾ വിൽക്കേണ്ടി വന്നു. അപ്പൊ അതും മെനിഞ്ഞാന്ന് നടന്ന ആഗോള സാമ്പത്തിക മേഖലയിലെ ഓഹരി വിപണി ഇടിവിന് ഒരു കാരണമായി. സോ നമ്മുടെ ഇന്ന് പറഞ്ഞ പദം ക്യാരി ട്രേഡ്. ക്യാരി ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ പലിശയ്ക്ക് ഏത് കറൻസിയിലാണോ നമുക്ക് കടമെടുക്കാൻ പറ്റുന്ന അതിൽ കടമെടുത്തിട്ട് വേറൊരു മാർക്കറ്റിൽ വേറൊരു കറൻസിയിൽ നിക്ഷേപിച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അനന്തപുരിയിൽ നിന്നും വെങ്കടേഷ് അയ്യർ. താങ്ക് യു.